ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യന് അറിവ് ആർജിക്കാനുള്ള കഴിവും അത് പ്രോസസ്സ് ചെയ്ത് നേരത്തെ ഉണ്ടായതിൽ നിന്ന് മികച്ചതിനെ പുറത്തേക്ക് കാണിക്കാനുള്ള ശേഷിയുണ്ട് എന്നതാണ്. മറ്റു മുഴുവൻ ജന്തുജാലങ്ങൾക്കും അവർക്ക് ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള എല്ലാ കഴിവുകളും ശേഷികളും ഉണ്ടായിരിക്കെ അത് നാൾക്ക് നാൾ അതുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ആ ഉള്ള കഴിവുകൾ എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ മാത്രം ബെറ്റർ ആവുകയും ചെയ്യുന്നു. ഒരു കടുവ മാനിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുന്നു. ഇന്നത്തെ ദിവസം അതിന് ഓടി ചിലപ്പം പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഓടി എക്സ്പീരിയൻസ്ഡായി നാളെ കുറച്ചും കൂടി നന്നായി ഓടി ആ മാനിനെ പിടിക്കാൻ വേണ്ടി സാധിച്ചേക്കും. എന്നാൽ ഒരു മാൻ ഓടുന്നതിൻ്റെ ആംഗിൾ മനസ്സിലാക്കി അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ആളിൽ നിന്നത് കേട്ട് നാളെ കുറച്ചും കൂടി ടാക്റ്റിക്കലായി പിടിക്കാം എന്നൊരു ലെവലിലേക്ക് പോവുക എന്നത് സ്വാഭാവികമായൊരു സംഭവമല്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ജൈവികമായി കിട്ടിയ കഴിവുകൾക്കപ്പുറം തനിക്ക് മുമ്പേ പോയവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് ആ തെറ്റുകളിൽ നിന്ന് അവരെഴുതി വച്ച അവർ പറഞ്ഞു വച്ച രൂപപ്പെടുത്തിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അന്നവർ ചെയ്തു വെച്ച തെറ്റുകൾ മാറ്റിവെച്ച് പുതിയ രീതിയിൽ ടാക്റ്റിക്കലായി കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുകൂടി ബെറ്ററായി മനുഷ്യനെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സംവിധാനങ്ങളുള്ളത്. ഓരോ കാലത്തും ഓരോ പ്രദേശത്തും അധ്യാപകരുണ്ടാകും. ഈ അധ്യാപകർ അവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് തൻ്റെ താഴെ വരുന്ന ആളുകൾക്ക് ആ തെറ്റുകളിൽ നിന്നൊഴിവായി മികച്ചത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും, ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കും. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള ആളുകൾ ചെയ്തതിൽ നിന്ന് രൂപപ്പെടുത്തി വന്ന ഏറ്റവും മികച്ചതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കി മാറ്റി അത് പുതിയ തലമുറയിലേക്ക് കൈമാറുന്നു. ഇതിനകത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടാവാം. എല്ലാ ഏരിയയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നായിരിക്കണം എന്നില്ല. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ എല്ലാത്തിനും ന്യൂനതകൾ ഉണ്ടാകുന്ന പോലെ നമ്മളതിൻ്റെ ആവറേജ് എടുത്ത് താഴേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് വിദ്യ നേടുന്നത്, ഏത് കാലത്തും വിദ്യ നേടുന്നത് ഇന്നത്തേക്ക് വേണ്ടിയല്ല. നമ്മളീ പഠിക്കുന്നത് നാളെ ഇത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് ഈ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ നൽകപ്പെടുന്നത് ഇന്നലെയുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഇതിലൊരു പോസിറ്റീവ് ഉണ്ട്, ഇതിൽ നെഗറ്റീവും ഉണ്ട്. ഇന്നലെയുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത, ഞാൻ ജീവിക്കേണ്ടത് 100 വർഷമാണ് എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു 60 വർഷമാണ് എക്സാമ്പിൾ. എന്നാൽ ഞാൻ നേടുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞൊരു 1000-10,000 കൊല്ലങ്ങളിലൂടെ ആർജിച്ചെടുത്ത് ആറ്റിക്കുറിക്കിയ കാര്യം, അതിൻ്റെ സത്ത് ഞാൻ പഠിച്ച് ഈ 100 കൊല്ലത്തേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്നൊരു പോസിറ്റീവ് അതിനകത്തുണ്ട്. അതിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടെത്തിയ അനുഭവിച്ച വിശേഷങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് നമ്മൾ റെഡിയാവുന്നത് നാളേക്ക് വേണ്ടിയാണ്. നാളെ ഇതൊക്കെയും ഉണ്ടാവണമെന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച കഴിവുകൾ നാളെ പ്രയോഗിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ നാളെ പ്രയോഗിക്കേണ്ട കഴിവുകൾ അറിയുന്നൊരു അധ്യാപകൻ ഇന്ന് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇതിനകത്തുണ്ട്. ഇത് ഫില്ല് ചെയ്യേണ്ടത് ഫ്യൂച്ചറിസ്റ്റിക്കായി ആലോചിച്ചുകൊണ്ടാണ്. നാളെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് പഠിച്ചാണ്. അതെല്ലാം ഉണ്ടായിത്തീരണമെന്നില്ല. ഈ കാലങ്ങൾക്ക് മുമ്പേ ഇനി വരാൻ പോകുന്ന കാലത്ത് ഇങ്ങനെ ഒരു പറക്കുന്ന വിമാനം ഉണ്ടാകും എന്ന് ഒരു 100 വർഷം അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അവൻ അന്നത്തെ മണ്ടനായിരുന്നേനെ. വിമാനം കണ്ടെത്തിയ റൈറ്റ് ബ്രദേഴ്സ് ചിറക് കെട്ടി പറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അന്നവരെ സമൂഹത്തിൽ മണ്ടന്മാരായിരുന്നു. എന്നതുപോലെ എല്ലാ കാലത്തും മുന്നോട്ടേക്ക് വിദ്യാഭ്യാസത്തെ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായി കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാവമാറ്റങ്ങളെക്കുറിച്ച്. സാറിന് കൈമാറാം, ചർച്ച തുടരാം. വിദ്യാഭ്യാസത്തിൻ്റെ ഭാവമാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന നുകരുന്ന
ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ചും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എല്ലാ ആളുകൾക്കും ഒരു സാധനം അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് വേണ്ടത്ര ഫലം ചെയ്തുകൊള്ളുന്നില്ല. ഈ വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നൊരു സൊല്യൂഷൻ ഇല്ല. അത് ഓരോരുത്തർക്കും അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടും അവരുടെ ടേസ്റ്റിനനുസരിച്ചുമൊക്കെ കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായും കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലേക്കാണ് ഇത് അഭ്യസിപ്പിക്കുന്നത് എന്നവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ എനിക്കൂടെ 3 ഏജ് ഗ്രൂപ്പ് വളരെ പ്രധാനമാണ്. അതിലൊന്ന് മില്ലനിയൽ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. 980 മുതൽ 95 കാലഘട്ടത്തിൽ ജനിച്ച ഒരു വിഭാഗത്തിന് അതിന് മില്ലനിയൽ ജനറേഷൻ എന്ന് പറയും. അതോടൊപ്പം 95 മുതൽ 2010 വരെയുള്ള ഒരു ജനറേഷൻ ഉണ്ട്, ജെൻസെഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ. ഈ കൂട്ടത്തിൽ പക്ഷേ ഓഡിയൻസ് ആയിരിക്കുന്ന പലരും ജെൻസെഡിൽ വരുന്ന ആളുകളാവാം. 2010 ശേഷം 2025 വരെ കാലഘട്ടത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ആൽഫ ജനറേഷൻ അവർക്കൊപ്പം സ്കൂളിലും മദ്രസകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കാം. അപ്പോൾ ഇവരുടെ ഈ 3 ജനറേഷനും അവരുടേതായ സ്വഭാവത്തിലും അവരുടെ ലേണിംഗ് സ്റ്റൈലിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ആളെ നോക്കിയിട്ടേ സാധനങ്ങൾ അളന്നു കൊടുക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജനറേഷനെ പറ്റി പറയുമ്പോൾ മില്ലനിയൽ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫ്ലെക്സിബിൾ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയ മോഡലും പുതിയ മോഡലും അതായത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അവരെ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു കാറ്റഗറിയാണ് അവർ. നേരെ മറിച്ച് ജെൻസെഡ് എന്ന് പറയുന്ന ആളുകൾ, ജെൻസെഡ് അവർ ഈ ടെക്നോളജിയുടെ ഒപ്പം വളർന്ന ആളുകളാണ്. 95 ശേഷം അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ആളുകളൊക്കെ അവരുടെ സ്വഭാവം പലപ്പോഴും മില്ലനിയൽ ജനറേഷൻ്റെ സ്വഭാവത്തോട് ഇത് വരാം. പക്ഷെ 2005 ശേഷം വരുന്ന ആളുകൾക്ക്, ജെൻസെഡിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന ആളുകൾ അവർ ആൽഫ ജനറേഷനിലേക്കാണ് കൂടുതൽ പോകുന്നത്. ഈ 2005 അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ ഫുള്ളായിട്ടും അവരെ വേണമെങ്കിൽ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. 980 മുകളിൽ മറ്റൊരു കാറ്റഗറി ഉണ്ട്, അവരെ ഡിജിറ്റൽ റെഫ്യൂജീസ് എന്ന് പറയും. അവർ ഡിജിറ്റൽ കേൾക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന ഒരു റെഫ്യൂജീസ് ഉണ്ട്. മറ്റേ മില്ലനിയൽസ് ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. അവർ മൈഗ്രേറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. മറ്റാളുകളെ സംബന്ധിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികൾ, അതായത് സ്കൂളിലും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ ആൽഫ ജനറേഷൻ അല്ലെങ്കിൽ ജെൻസെഡിൻ്റെ അവസാനത്തെ 2005 ശേഷം ജനിച്ച ആളുകൾ, ഇവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് ആർക്കാണോ വിദ്യാഭ്യാസം നൽകുന്നത് അവരെ കൂടി ചർച്ച ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മളുടെ ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ കാര്യം പറയുമ്പം നേരത്തെ സ്കൂളിൽ മുന്നിൽ വന്നിരിക്കുന്നവരായിരുന്നു ഓഡിയൻസ്. ഈ പറയുന്ന പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അവർ ഈ ഫിസിക്കലായി വന്നിരിക്കാൻ താല്പര്യപ്പെടണമെന്നില്ല. അവർക്ക് നമ്മൾ പാക്കേജായി കൊടുക്കുന്ന കാര്യം ചിലപ്പം വേണ്ടി വരണമെന്നില്ല. അവർക്ക് വേണ്ട കോഴ്സ് ബുഖാരിയിൽ പഠിപ്പിക്കുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അവർക്ക് വേണമെന്നുണ്ടാവും. അപ്പം ബുഖാരിയിൽ വന്ന് അവർ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അവർക്ക് കൂടെ തന്നെ മർക്കസിലൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന മറ്റൊരു ചെറിയ കോഴ്സ് വേണമെന്നുണ്ടാവും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ നമ്മുടേതടക്കമുള്ള സ്ഥാപനങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ മനഃപൂർവ്വം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു. നിങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആലോചിക്കാം, ഇവിടെ ഇരിക്കുന്നൊരു വിദ്യാർത്ഥി ഇവിടുത്തെ ക്ലാസ്സിനിടയിൽ മറ്റൊരു ക്ലാസ് കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, നമുക്കിത് പറ്റും. പക്ഷെ ഒരു സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് അങ്ങനൊരു സംവിധാനം കൂടി കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ പുതിയതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് ബാങ്കിങ് സിസ്റ്റം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പം നമ്മൾക്ക് ഇതുവരെയൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു ഡിഗ്രി എടുക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു ഫ്രെയിം വർക്കിൽ ഉണ്ടാക്കി വെച്ച ഒരു ഡിഗ്രി അവിടെ ഉണ്ട്. അതാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. പക്ഷെ ഭാവിയിൽ വരാൻ പോകുന്നത് അങ്ങനെ ആയിക്കോണമെന്നില്ല. എൻ്റെ ഡിഗ്രി എന്താണ് എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യും. അതിലെന്തൊക്കെ വരേണ്ടതുണ്ട്, എൻ്റെ ടേസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് കൊണ്ട് ഞാനൊരു ഡിഗ്രി ഞാൻ സ്വയം കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കും. ഞാൻ പഠിക്കുന്ന ഓരോ സാധനങ്ങളും ഒരു സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 30 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് പോയിന്റ് വരും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു UG അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ഏകദേശം 120 to 140 ക്രെഡിറ്റ് പോയിന്റുകളാണ് വരുന്നത്.
ഈ 140 ക്രെഡിറ്റ് പോയിന്റുകൾ നിങ്ങൾ വ്യത്യസ്ത കോഴ്സുകൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് നമ്മളുടെ പഠനത്തെ വേറൊരു ലെവലിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. കാരണം വെച്ചാൽ ഈ പഠനമൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നിന്ന് അതൊരു ഒരു ഹൈബ്രിഡ് മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഒരു കാലത്ത് നമുക്കറിയാം കോവിഡ് വന്ന സന്ദർഭത്തിൽ അത് കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഓൺലൈനിൻ്റെ കുറേ ഡ്രോബാക്സുകളും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് തുറന്നു വിട്ട ഒരു വലിയ ലോകമുണ്ട്. അവിടെയാണ് ഹൈബ്രിഡ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻസിൻ്റെ പ്രത്യേകത വരുന്നത്. ഈ ഹൈബ്രിഡ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ടെക്നോളജിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന് ഭാവിയിൽ പ്രസക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ വെറും ക്ലാസ് റൂമിലെ അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്ന് പഠിക്കണം എന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈ ആൽഫ ജനറേഷൻ ആകുന്ന ആളുകൾ അവരത് തയ്യാറാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിലബസ് അങ്ങ് കൊടുക്കുകയാണ്, ഒരു ഡിഗ്രിക്ക് ഇന്നത് കൊടുക്കുകയാണ്. പക്ഷെ അതിൽ പല സബ്ജക്റ്റുകളും എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയ അല്ല. അപ്പോൾ അവിടെ ഈ കുട്ടികൾ ചോദിക്കുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ എന്തിന് പഠിക്കണം? എനിക്ക് എൻ്റെതായ ടേസ്റ്റുള്ള കുറേ സാധനങ്ങളില്ല, അത് പഠിക്കാൻ എവിടെയാണ് അവസരം? ഈ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ ട്രഡീഷണൽ എഡ്യൂക്കേഷന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അവിടെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാരണങ്ങൾ അവിടെയുണ്ട്. ഗ്രൂപ്പ് എഡ്യൂക്കേഷൻസിന് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പർട്ടിക്കുലർ കരിക്കുലം ഉണ്ടാവും. ആ കരിക്കുലം ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ അവന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പഠിച്ചേ പറ്റൂ, എന്നാൽ മാത്രമേ അവൻ പാസ്സാവുക. കാരണം വെച്ചാൽ അവൻ്റെ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇത് നോക്കിയിട്ടാണ് അസസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൊണ്ടും അവൻ ഫെയിലിയർ എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. അപ്പോൾ അത് ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രയാസം കൂടിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ്റെ ഇത് മറികടക്കണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിലുള്ള ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാനുകൾ IEPകൾ രൂപപ്പെട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനുണ്ടാക്കാനുള്ള ഫ്രീഡം. ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു ഫ്രീഡം എനിക്ക് കിട്ടുമ്പോഴാണ് എൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള എനിക്ക് പഠിക്കാനും എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം ഒരു പാഷനാക്കി മാറ്റിയെടുക്കാനും കഴിയുക. അല്ലെങ്കിൽ എന്താണ്, ആർക്കോ വേണ്ടിയിട്ട് ആരോ ഉണ്ടാക്കിയ ഒരു കോഴ്സ് പഠിക്കേണ്ട അവസ്ഥ. അതൊരിക്കലും നമ്മളൊക്കെ നമ്മളൊക്കെ അത് തയ്യാറാവാം, പക്ഷെ വരുന്ന കുട്ടികളെ അതിലേക്ക് പ്രതീക്ഷിക്കേണ്ട. അവർ പറയും ഇത് കാരണം ഇറ്റ്സ് ബോറിങ് എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളോട് നിങ്ങൾ സംസാരിച്ച് നോക്കൂ, അവർ ഇപ്പം 2 യൂട്യൂബ് നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു യൂട്യൂബ് ചാനലുകൾ, കുറേ വീഡിയോസ്, നിങ്ങളുടെ വീട്ടിൽ 2-3 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കൊടുക്കൂ. ആ കുട്ടിക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ നിങ്ങൾ കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? അതിനെ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഇതിലേക്ക് പോകും. മാത്രമല്ല അവൻ്റെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഇമേജസിൻ്റെയും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ചാണ് കുട്ടി സെലക്ട് ചെയ്യുന്നത്. ഒരു ലോക്കൽ വേലാണ് നിങ്ങളത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി കാണാൻ നിൽക്കില്ല. അവന് അതൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ വിഷ്വലൈസേഷനും ഇതിൻ്റെയൊക്കെ ഇമാജിൻ്റെ ക്ലാരിറ്റിയൊക്കെ അവൻ അറിയാതെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ സ്കിപ്പ് ചെയ്യുന്നത്, അല്ല വേറെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പോൾ കുട്ടികളൊക്കെ വളരെ സെലക്റ്റീവാണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. ഡിജിറ്റൽ നേറ്റീവ്സ് ജനിച്ച കുട്ടികൾക്ക് ഇത്തരം ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നാളെ അവർ അധ്യാപകരുടെ മുഖത്ത് നോക്കിയിട്ട് അവർ പറയും ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നും അധ്യാപകരെ നോക്കിയിട്ട് പറയും. ആ ഒരു പറയാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാവും. അത് അധപകേടൊന്നുമല്ല, അവരുടെ നേച്ചർ അങ്ങനെയാണ്. കാരണം ഞാനിഷ്ടമില്ലാത്ത കാര്യം എന്തിനാ ഞാൻ പഠിക്കണം എന്നുള്ള രൂപത്തിലേക്ക് കാലം മാറുന്നുണ്ട്. ആ മാറ്റത്തിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും ബാക്കിയുള്ള മേഖലകളിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ഉൾക്കൊള്ളാൻ സ്വാഭാവികമായി നിർബന്ധിതരാവുന്നുള്ളതാണ്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ സാമ്പ്രദായിക കോഴ്സുകളൊക്കെ നിലവിൽ അഡ്മിഷൻ ആളില്ലാതെ കിടക്കുകയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം എടുത്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നമ്മുടെ കാസർഗോഡുള്ള LBS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കണക്കെടുത്തപ്പോൾ അവിടെ ഒരു 6 വർഷം മുമ്പ് ജോയിൻ ചെയ്തൊരു കുട്ടി, അന്ന് അയാളുടെ കൂടെ 128 പേരാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തത്. ഇന്ന് ആ കോഴ്സിൽ അവിടെ പഠിക്കുന്നത് 28 പേരാണ്. കാരണം ഈ 6 വർഷം കൊണ്ട് ലോകം മാറി, കുട്ടികൾ മാറി, അവരുടെ നീഡ്സ് മാറി, ലോകത്തിൻ്റെ നീഡ്സ് മാറി. പക്ഷെ സിലബസ് അന്നുള്ളത് സാധനം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ട കോമ്പിനേഷൻസ് അല്ല അവിടെ അവൈലബിൾ ആവുന്നത്. അതിന് പിന്നിൽ വേറെയും കാരണങ്ങളുണ്ടാവാം, ഇതല്ലാത്ത കാരണങ്ങളുണ്ടാവാം. സാറ് പറഞ്ഞപ്പോൾ വേറൊരു സംഭവം കൂടി എനിക്ക് ഓർമ്മ വന്നത്, ഒരു കുട്ടി +1 കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞിട്ട് +1 വേണ്ടി അപ്ലൈ ചെയ്യണം.
ഈ കുട്ടിക്ക് സയൻസാണ് താല്പര്യം. 10ാം ക്ലാസ്സിൽ ഈ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്, എബവ് ആവറേജ് എന്നല്ല, എബവ് 90% മാർക്കുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് സയൻസ് വേണം, പക്ഷെ മാത്സ് വേണ്ട. ജനറലി നമുക്ക് കേരളത്തിൽ കാണുന്ന കോമ്പിനേഷനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സയൻസ് കോമ്പിനേഷനുകളിലൊക്കെ മാത്സ് ഉണ്ടാവും. മാത്സ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സയൻസ് പഠിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവസാനം ആ കുട്ടിക്ക് കിട്ടി, മിനിസ്റ്ററിന് കത്തൊക്കെ എഴുതിയിട്ട് അവസാനം ആ കുട്ടിക്കൊരു സ്കൂളിലൊരു കോമ്പിനേഷൻ കിട്ടി. ഈ കുട്ടി എന്തിനാണ് മാത്സ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് അവൻ്റെ ഫേവറാണ്. ബട്ട് സ്റ്റിൽ അവന് പഠിക്കേണ്ടത് അനിമൽ ഹസ്ബൻഡറിയാണ്, അവൻ്റെ താല്പര്യം അനിമൽ ഹസ്ബൻഡറിയാണ്. അപ്പോൾ അതിന് സയൻസ് വേണം, പക്ഷെ മാത്സ് വേണ്ട. നമ്മുടെ കരിക്കുലത്തിലാണെങ്കിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ മാത്സ് പഠിക്കണം എന്നാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. മാത്സ് പഠിച്ചാലേ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ആലോചിച്ചാൽ അറിയാം, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ല, ബാക്കി ആ കോമ്പിനേഷനിലുള്ള സാധനങ്ങൾ നമുക്ക് വേണം, നമ്മളതിൽ എക്സൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ അതും കൂടി പഠിക്കണം എന്നതാണ് ഇവിടുത്തെ സിസ്റ്റം. സബ്വേ എന്ന് പറയുന്ന ഒരു ബർഗർ ബ്രെഡ് ബ്രാൻഡ് ഉണ്ട്. ഈ സബ്വേ ലോകത്ത് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. ഇത് എക്സൽ ആകുന്നത് ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവർ ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിർത്തി. സാധാരണ അവിടെ പോയാൽ നിങ്ങൾക്ക് വേണ്ട ബ്രെഡ് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ ബ്രെഡ് ഉണ്ടാക്കി തരും. അതിന് വേണ്ട സോസേജ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ, ഇപ്പം ടൊമാറ്റോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒനിയൻ ആണെങ്കിൽ പലതരം ഒനിയൻസ്, പലതരം ടൊമാറ്റോസ്, പലതരം അഡീഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്, സോസസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇന്ന സമൂസ വേണോ, ഇന്ന സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നൊരു പ്രിപ്പറേഷനിൽ തരും. അപ്പോൾ ഇതിനകത്ത് ചില സോസ് നമുക്ക് ഇഷ്ടപ്പെടില്ല, ബട്ട് അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇവർ ചേഞ്ച് ചെയ്തു, ഇവരെല്ലാ സോസും നിരത്തി, എല്ലാ ടൊമാറ്റോവും നിരത്തി, അവർക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ നിരത്തി വെച്ചു, ബ്രെഡും 2-3 സ്റ്റൈലോടെ നിരത്തി വെച്ചു. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മളെടുത്ത് തരും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻസ് എടുത്ത് നിങ്ങൾക്ക് തരും. ഓട്ടോമാറ്റിക്കലി അതിന് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായി. ഇതെല്ലാ മേഖലയിലും ആവശ്യമാണ്. അതൊരു ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഭക്ഷണത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ വിദ്യാഭ്യാസം നേടി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. സോ കസ്റ്റമൈസേഷൻ എഡ്യൂക്കേഷനിൽ ആവശ്യമാണ്. പല വിഷയങ്ങളിലും കസ്റ്റമൈസേഷൻ ഉള്ളതുപോലെ എഡ്യൂക്കേഷനിലും കസ്റ്റമൈസേഷൻ ആവശ്യമായി വരുന്നു. തീർച്ചയായിട്ടും ഈ കസ്റ്റമൈസേഷൻ ഈസി ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഡ്യൂക്കേഷൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷനെ ബാധിക്കുന്നത്, പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത്, നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 കോൺസെപ്റ്റുകൾ അവിടെ പറയാനുണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച്. ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് പ്രധാനമായും കൊണ്ട് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ക്ലാസ് റൂമിന് പുറത്തുള്ള പഠനങ്ങൾ. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് വന്നതോടുകൂടെ ഒരു കുട്ടിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് റൂമിലേക്ക് തന്നെ വരേണ്ട ആവശ്യമില്ല. അവൻ്റെ കയ്യിൽ ഒരുപാട് ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, അവൻ്റെ അടുത്ത് കുറേ ഇ ബുക്സ് ഉണ്ട്. ഈ ഇ ബുക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് സെർച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ട്, അതിൽ പല ബുക്ക് മാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അവർക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഔട്ട്സൈഡ് ക്ലാസ് റൂമിൽ തന്നെ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് വരുന്ന കുറച്ച് ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനൊരു മെൻറ്റർ വേണം, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ വേണം. അപ്പം മാത്രമല്ല ഇതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പഠിച്ചിട്ടാണ് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്കിതിനെ ഫ്ലിപ്പ് മോഡ് ഓഫ് ക്ലാസ് എന്ന് പറയാം. ഫ്ലിപ്പ് ക്ലാസ് റൂമുകൾ അതാണിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിലും മറ്റുമൊക്കെ. ഇത് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, എല്ലാ രംഗത്തും ഫ്ലിപ്പ് ക്ലാസ് റൂമുകളിലേക്ക് വരേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്പ് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഡിജിറ്റൽ ടൂൾസ് വെച്ചുകൊണ്ട് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് അവർ പഠിച്ചിട്ടാണ്, റെഫർ ചെയ്തിട്ടാണ്, നോക്കിയിട്ടാണ് വരുന്നത്. വീഡിയോ കണ്ടിട്ടായിരിക്കാം വരുന്നത്, PDF-കൾ വായിച്ചിട്ടായിരിക്കാം വരുന്നത്, PPT-കൾ റെഫർ ചെയ്തിട്ടായിരിക്കാം വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടി അതിലേക്ക് ഒന്ന് ആഞ്ഞിറങ്ങാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. ഈ ഡൗട്ടുമായിട്ട് ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ അവർക്ക് നല്ല നോളജബിൾ ആയിരിക്കുന്ന ഒരു അധ്യാപകനെ കിട്ടുന്നു. ഈ കുട്ടിയുടെ ഡൗട്ടൊക്കെ അധ്യാപകനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ക്ലാസ് റൂമിന് എന്ത് ഭംഗിയുണ്ടാവും, വളരെ ഭംഗിയുണ്ടാവും. ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആണ് ഫ്ലിപ്പ് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് വേണ്ടത്.
എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. എനിക്കുള്ള ഡൗട്ടുകൾ തീർത്ത് തരുന്നത്. അല്ലാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വരുന്നു, 10 മണിക്ക് ബെല്ലടിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു അധ്യാപകൻ കയറി വരുന്നു. അവിടെ വന്നിട്ട് അധ്യാപകൻ പ്രീ പ്ലാൻഡ് ആയിട്ട് കണ്ടുവച്ച കുറച്ച് സാധനങ്ങൾ ഒരു റേഡിയോ പറയുന്നത് പോലെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എന്നിട്ട് അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു എക്സാം നടത്തി തിരിച്ചു പോകുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ മില്ലനിയൽ ജനറേഷനും ജനറേഷനും എക്സിനൊക്കെ അക്സെപ്റ്റബിൾ ആയിരിക്കാം. പക്ഷേ ആൽഫ ജനറേഷനിൽ നിന്ന് ഇത്തരം ഒരു സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് കുട്ടികൾ അതിൽ കേൾക്കാതെ നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും അദബില്ല, ഗുരുത്തമില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അദബും ഗുരുത്തവും ഇല്ലാഞ്ഞിട്ട് അല്ല, അദബിൻ്റെയൊക്കെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് അതും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മാറ്റത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ നമ്മളെ മതവിദ്യാഭ്യാസ മേഖലയാവട്ടെ, സ്കൂൾ എഡ്യൂക്കേഷൻ ആവട്ടെ, ഹയർ എഡ്യൂക്കേഷൻ മേഖലയാവട്ടെ, ഇവരെയൊക്കെ ഈ ഫ്ലിപ്പ് മോഡ് ഓഫ് ക്ലാസ് റൂമിലേക്കും അതുപോലെ ഹൈലി കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇൻഡിവിജ്വൽ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ വേണം. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഡിസ്ട്രക്ഷൻ ഈ ഒരു മേഖലയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രഡീഷണൽ ആയിക്കൊണ്ട് ഈ ഗ്രൂപ്പ് എഡ്യൂക്കേഷനിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളും മറ്റുമൊക്കെ അവിടെ നശിച്ചു പോവുകയും ഈ ഒരു ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന, ഹൈലി കസ്റ്റമൈസ്ഡ് ആയിരിക്കുന്ന ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വന്ന, ഫ്ലിപ്പ് മോഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വന്ന, ഒരു ഹൈബ്രിഡ് എഡ്യൂക്കേഷനിലേക്ക് വന്ന സ്ഥാപനങ്ങൾ അവിടെ എക്സൽ ചെയ്തുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ അത്രക്കും വലിയ ഒരു ക്രൗഡിനെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എഡ്യൂക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്സാവി ആവുന്നിടത്തുള്ള നിലവിലെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒന്ന് അധ്യാപകർ തന്നെയാണ്. അധ്യാപകർ പഴയ കാലത്ത് ഇങ്ങനെ ശീലിച്ചു വന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ പുതിയ കുട്ടികളൊക്കെ ഭയങ്കര ടെക്സാവിയാണ്. നമ്മളിങ്ങനെ നോക്കിയാൽ മതി, എന്നെക്കാൾ നന്നായി മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നെക്കാൾ താഴെയുള്ളവർക്കായിരിക്കും, എന്നെക്കാൾ തൊട്ട് താഴെയുള്ള ക്ലാസ്സുകളിലുള്ളവരായിരിക്കും. അതിന് തൊട്ട് താഴെയുള്ളവർക്ക് അതിനേക്കാൾ നന്നായി നമ്മൾ കാണാത്ത ഓപ്ഷൻസൊക്കെ അവർക്ക് കണ്ടെത്തി തരാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരെ മറിച്ച് ഈ സ്റ്റുഡൻസ് പോകുന്നത് നമ്മളെപ്പോലുള്ള അധ്യാപകരുടെ അടുത്താണ്. അധ്യാപകനാണെങ്കിൽ അപ്ഡേറ്റഡ് അല്ല. അധ്യാപകൻ സാറ് പറഞ്ഞതുപോലെ ഇതിനോട് യൂസ്ഡ് അല്ല. സ്ഥാപനങ്ങൾ ഇത് മാറാൻ വേണ്ടി ശ്രമിച്ചാലും അധ്യാപകർ മാറുന്നില്ല, അല്ലെങ്കിൽ ആരാണോ മാറേണ്ടത് അവർ മാറുന്നില്ല. താപ്പാന സംവിധാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചൊരു സംവിധാനമുണ്ട്, കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സ്കൂളുകളിൽ അഡ്മിഷൻ കുറയും. ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മികച്ചതായി മാറുകയും ചെയ്യും. ടെക് സാവിനെസ് അധ്യാപകർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവർക്ക് ഉണ്ടാവുക, അവർ അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ചാറ്റ് GPT കാര്യം പറഞ്ഞല്ലോ. ചാറ്റ് GPT വന്ന സമയത്തുണ്ടായിരുന്ന പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതിനെ വിദ്യാർത്ഥികളും അധ്യാപകരും നോക്കിക്കാണുന്ന പേഴ്സ്പെക്റ്റീവ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇവരെങ്ങനെയാണ് ഒരു ടെക്നോളജിയെ ഇംബൈബ് ചെയ്യുക എന്നുള്ളത്. വിദ്യാർത്ഥികൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ കുറേയൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ. ചാറ്റ് GPT വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു? കൊള്ളാം, ഇത് ഉപയോഗിച്ച് നമുക്ക് കുറേ സംഭവങ്ങൾ ചെയ്യാം, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നതാണ്. അധ്യാപകർ ഇതിനെ കണ്ടത് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ കോപ്പി അടിക്കാൻ തുടങ്ങും, കുട്ടികളൊന്നും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യൂല എന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഈ ചാറ്റ് GPTയെ ഒഴിവാക്കാം, കോളേജുകളിൽ ചാറ്റ് GPT നിരോധിക്കണം എന്ന് പോലും ചർച്ചകൾ നടന്നു എന്നാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാറേണ്ട മൈൻഡ് സെറ്റുള്ള കുറേ ആളുകളുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇവർ മരണപ്പെട്ടതിന് ശേഷം ഇവർ മരിച്ചാൽ ഇവിടെ ശരിയാകും എന്ന് പറയാറുണ്ട്. അങ്ങനെ പോലെ വിദ്യാഭ്യാസ സംവിധാനത്തിലും ചില ആളുകൾ മരിക്കാനുണ്ട്. മരിക്കുക എന്ന് ഞാൻ പറയുന്നത് അവർ ആയുസ് തീർന്ന് മരിക്കുക എന്നുള്ളതല്ല, അവരുടെ ആ പോളിസികൾ ഇല്ലാതാക്കുകയും പുതിയ പോളിസികളെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പ് അവരിൽ ഉണ്ടാവുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഈ കുട്ടികൾ ടെക് സേവി എന്ന് പറയും. ഇവർ ടെക് സേവി ആയ കുട്ടികൾ, ഇവരുടെ പേര് ഞാനല്ല, ഇവർക്ക് സമൂഹം പതിച്ചു കൊടുത്ത പേര് തന്നെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ്. അപ്പോൾ അവർ ടെക് സേവി ആയിരിക്കും. അപ്പോൾ ഈ ടെക് സേവി സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാൻ അതിലേക്ക് മൈഗ്രേഷനെങ്കിലും നടത്താത്തൊരു അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ ആ അധ്യാപകൻ ഔട്ട്ഡേറ്റഡ് ആണ്. ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇവർക്ക് മാറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ അധ്യാപകൻ അവിടെ സ്യൂട്ടബിൾ ആവില്ല. അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ ടെക് സേവ്. ഇപ്പം പിന്നെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കുട്ടിയുടെ ഫുൾ ടൈം സ്ക്രീനിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് വാക്കുന്നത്. പക്ഷെ അവിടെ എന്തിനു വേണ്ടിയാണ് ഈ സ്ക്രീൻ ടൈം അവൻ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നോക്കണം.
സ്ക്രീൻ ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ കഴിയില്ല. ഈ സ്ക്രീനിലാണെന്ന് പറയുന്ന ഓരോരുത്തരുടെയും സ്ക്രീൻ ടൈം എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ലോകത്ത് എല്ലാ ജോലികളും സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 15 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ വർക്ക് ചെയ്ത ആളാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ വർക്ക് കഴിയുന്നത് രാത്രി 8-10 മണിക്കാണ്. ഞാൻ അവിടെ സ്ക്രീനിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സ്ക്രീൻ ടൈം കുറക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോബിൻ്റെ ഭാഗമാണ്. ഇന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത ഏത് ജോബാണുള്ളത്? അപ്പോൾ സ്ക്രീൻ ടൈം നമുക്ക് വേണ്ടാത്ത രൂപത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഒരു കുട്ടി ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടി പഠിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അതിന് നെഗറ്റീവ് വശങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ കുട്ടികളെ പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കുട്ടി ഫുൾ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടി എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഇന്ന് ഒരുപാട് നല്ല ഗെയിമുകളുണ്ട്. ഈ നല്ല ഗെയിമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടിക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നിങ്ങൾ പല ഗെയിമുകളും ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നിൽക്കുന്നൊരു കുട്ടി അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ വരുന്നുണ്ട്. ഈ പ്രതിബന്ധങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള അവൻ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അവൻ്റെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പും സോൾവ് ചെയ്തുകൊണ്ട് അവൻ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനെ വേണമെങ്കിൽ ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് എന്ന് വേണമെങ്കിൽ പറയാം. ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പഠിച്ചിരിക്കണം. ഒരു കോംപ്ലക്സ് ആയിരിക്കുന്ന സാധനമാണ്. അത് ഞാൻ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗെയിമിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഗെയിം കുട്ടി കളിക്കുമ്പോൾ ഒരു ലെവൽ പിന്നിടുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ബാഡ്ജ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇത്ര പോയിന്റ് കിട്ടുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ലക്ഷ്യം എന്താണ്? എനിക്ക് 100 പോയിന്റ് ഉണ്ട്, എനിക്ക് 250 പോയിന്റ് ആവണം. എൻ്റെ കൂട്ടുകാരൻ അവിടെ 300 പോയിന്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 250 പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അവൻ്റെ ക്രിട്ടിക്കലായും കൊണ്ട് അവൻ ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്നു പോയിട്ട് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും ഈ പ്രോബ്ലത്തെ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവൻ വളരെ വ്യക്തമായിട്ട് അവൻ പഠിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ ക്ലാസ് റൂമിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചാൽ കിട്ടാത്തൊരു സാധനം ഇവന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗെയിമിൻ്റെ പേരിൽ മാത്രം കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആ സ്ക്രീൻ ടൈമിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല. പക്ഷേ ഗെയിമിൻ്റെ പേരിൽ മാത്രം കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയ അവർക്ക് കയറിപ്പറ്റാൻ പറ്റാത്തൊരു മേഖല ഒരു പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് എന്നുള്ളൊരു വലിയ ഏരിയ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? അതിന് പ്രോപ്പർ ഗൈഡൻസ് വേണം, പ്രോപ്പർ ഫെസിലിറ്റേറ്റർ വേണം. ഗെയിമിഫിക്കേഷൻ ഉണ്ടെന്നായിട്ട് എല്ലാ ഗെയിമും കളിപ്പിക്കാൻ വേണ്ടിയല്ല വേണ്ടത്. ഈ ഗെയിം കളിച്ചാൽ ഈ ഗെയിമിൻ്റെ ഔട്ട്കം എന്താണ്, ഈ ഗെയിം കളിക്കുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ഈ ഗെയിമിലേക്ക് ഇറങ്ങുന്ന കുട്ടി ഈ ഗെയിം കഴിയുമ്പോഴേക്കും കുട്ടിക്ക് ഇന്നാലിന്ന ഔട്ട്കംസ് ഒക്കെ കിട്ടി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ്. ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായ ഒരു പുതിയ മെത്തേഡാണിത്. കൂടുതൽ അവരുടെ സ്കിൽ സെറ്റ്സ്, പലതരത്തിലുള്ള സ്കിൽ സെറ്റ്സ് ഗെയിമിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സാറ് പറഞ്ഞു. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറുന്ന ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ നേരത്തെ നമ്മളൊരു കോൺസെപ്റ്റ് ആയിരുന്നു സയൻസ് ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ്. സയൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം വരുന്നതാണ് ഹ്യൂമാനിറ്റീസ്. ഒന്നും കിട്ടാത്തവരുടെ ഒരു മേഖലയാണ് ഹ്യൂമാനിറ്റീസ് എടുത്തു എന്ന് പറയുമ്പം എന്താ നീ ഹ്യൂമാനിറ്റീസ് എടുത്തത്, മറ്റൊന്നും കിട്ടിയില്ല എന്നാ ചോദിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ട്രെൻഡ് മാറിയോ? തീർച്ചയായിട്ടും നിലവിൽ ഹ്യൂമാനിറ്റീസ് നേരത്തെ ഉണ്ടായ സയൻസ് എന്ന് പറയുന്ന ട്രെൻഡിലാണോ ഉള്ളത്? ഇപ്പോൾ എല്ലാവരും സയൻസ് എടുക്കാൻ പോയി, കിട്ടിയില്ലെങ്കിലാണോ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് പറയാം. അത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുതാലിം, അതായത് ദഅവ സിസ്റ്റത്തിൽ പഠിക്കുന്നവരാണല്ലോ ഇവിടെ കൂടുതലുള്ളത്. നമ്മുടെ ഇടയിൽ ആ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കൂടുതലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഫീൽഡിന് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന മേഖല ഹ്യൂമാനിറ്റീസ് ആണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ജനറൽ ആയിട്ടുള്ള മറ്റു കോമൺ പ്രോസ്പെക്ട്സിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്നും മാറി തുടങ്ങുന്നതേ ഉള്ളൂ. മാറി തുടങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവാണല്ലോ. നമ്മുടെ ഇത് സംബന്ധിച്ചിടത്തോളം ദഅവ നിങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ സംവിധാനം നമുക്ക് അവിടുത്തതും ഇവിടുത്തതും ഒക്കെ പഠിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാനുള്ള സംവിധാനമൊന്നും ദഅവ കോളേജിലില്ല. ഇവിടുത്തെ
കിട്ടുന്ന റിസോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ കൂടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിന് പറ്റിയ ലാബില്ലാത്ത അല്ലെങ്കിൽ ലാബ് ആവശ്യമില്ലാത്ത ഇത്തരം ഒരു സാധനത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് മേഖലയിലുള്ള കുറച്ച് കോഴ്സുകളുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സൊസൈറ്റിയെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഏരിയയാണ് എന്നൊരു അഡീഷണൽ ബെനിഫിറ്റായി കിട്ടിയെന്നതുകൊണ്ട് മുത്താലിങ്ങൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ പൊതുവിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഈ MBBS എടുക്കുക എന്നതൊരു ഭയങ്കര പ്രീമിയം ആയി കണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ എൻജിനീയറിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എൻട്രൻസിന് പോകാം. നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്, ഒരു കുട്ടി എന്ത് ചെയ്യണം, എൻട്രൻസ് പഠിക്കാൻ വേണ്ടി പോവാണ്. MBBS എഴുതാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ്, കൂട്ടത്തിൽ ഇവൻ എന്താ പഠിക്കുന്നത്, എൻജിനീയറിങ് എഴുതാനുള്ള എൻട്രൻസ് കൂടി പഠിക്കുന്നു. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇതിലേക്ക് പോകാം. ഒരു തരത്തിലും MBBS പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ആപ്റ്റിറ്റ്യൂഡ് അല്ല ഒരു എൻജിനീയറിങ് സ്റ്റുഡൻറ്റ് ഉണ്ടാവേണ്ടത്. ഒരു കഥ പറയാറുണ്ട്, ഈ എൻജിനീയർ പിന്നെ ഒരു ഡോക്ടർ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത് തുറക്കാൻ എന്താ പറയുക, എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം എൻജിനീയർ ഇത് വർക്ക് ചെയ്യണം, തുറന്നിട്ട് അതിൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ശരിയാക്കി കൊടുക്കുകയാണ്. ശരിയാക്കി കൊടുത്ത അവസാനം ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ, അയാളൊരു ഹാർട്ട് സർജനാണ്, നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഹാർട്ട് ഞാൻ തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ശരിയാക്കുകയാണെന്ന് പറഞ്ഞപ്പം ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കിത് ഓഫ് ചെയ്യാതെ ശരിയാക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതത് രണ്ട് മേഖലയെ മോശമാക്കാനോ ഉയർത്താനോ പറയുന്നതല്ല, രണ്ടും രണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ. ഇന്ന് ആ ട്രെൻഡ് വളരെയധികം മാറിയിട്ടുണ്ട്. ആളുകൾ അവർക്കിഷ്ടപ്പെട്ട കോഴ്സിലേക്ക് നോക്കുമ്പം സ്വാഭാവികമായും ഞാൻ MBBS പഠിക്കേണ്ട ആളല്ല, MBBS ഞാൻ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ കാണുന്നത് ഒരാൾ MBBSന് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അയാൾ MBBS പഠിക്കാൻ പോകുന്നതിൻ്റെ കാരണം ഒന്നുകിൽ അയാളുടെ വീട്ടിലുള്ളവർ MBBS ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലുള്ളവർക്ക് MBBS ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് പറ്റിയില്ല, അവരുടെ മക്കളെ കൊണ്ട് അയക്കുകയാണ്. അല്ലെങ്കിൽ ഇയാൾ വേറെന്തെങ്കിലും പെർസ്പെക്റ്റീവ്, ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ സമൂഹത്തിൽ നോബിളായ ഒരു പൊസിഷൻ, ഇതൊക്കെ വിചാരിച്ചാണ് MBBSന് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ പ്രോപ്പർലി ഗൈഡഡ് ആണ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ വേണ്ടിയുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. നേരത്തെ അവൈലബിൾ ആണെങ്കിലും അത്രത്തോളം സമൂഹത്തിലേക്ക് ഇംബൈബ് ചെയ്ത് ഇറങ്ങിയിരുന്നില്ല. നിലവിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ എന്തായി മാറി. ഇപ്പം മുത്തഅല്ലിങ്ങൾ ദർസിൽ പഠിക്കുന്നവരൊക്കെ ഉസ്താദുമാരാവുക അല്ലെങ്കിൽ മുദരിസ് ആവുക എന്നാണോ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം? നിങ്ങൾ പഠിക്കുന്ന എല്ലാവരും മുദരിസ് ആവാൻ എന്ന ഉദ്ദേശത്തിലാണോ പഠിക്കുന്നത്? ആവണമെന്നില്ല. അങ്ങനെ ആണെങ്കിൽ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഈ ഗൈഡൻസിൽ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു, എല്ലാവരും ഒരുപോലെ പഠിക്കുന്നു, അതിനകത്ത് കോമ്പിനേഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് പല പല മേഖലകളിലേക്കാണ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി ഗൈഡ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കുട്ടികൾ ഈ ബാക്കിയുള്ള ചോയ്സിലേക്ക് എന്ത് വന്നു എന്ന ഒരു റീസൺ വളരെ വ്യക്തമായും കൊണ്ട് റഹ്മാൻ സാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് കുട്ടികൾ പ്രോപ്പർലി ഗൈഡാണ്. മറ്റൊരു റീസണും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അതായത് കാലം ഉണ്ടാക്കി വെച്ചൊരു സാധനമായിരിക്കാം മതി. മുമ്പ് ഈ എഡ്യൂക്കേഷൻ മുമ്പെന്നല്ല, ഇപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഇൻകം ജനറേഷൻ മാർഗം കൂടിയാണല്ലോ. മുമ്പൊക്കെ പറയുന്നത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് അത് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയാലാണ് ഹൈ പേയിങ് ജോബ്സ് കിട്ടുക, ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ചെറിയ ജോബൊക്കെ ചെയ്തു പോകണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് മാറി. ഇന്ന് ഒരു ഡോക്ടറേക്കാൾ ശമ്പളം ഒരു സോഷ്യൽ സയൻസിന്റെ വിദ്യാർത്ഥിക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. അവന് കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സോഷ്യൽ സയൻസ് അവന്റെ പാഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അവന്റെ ഫീൽഡിൽ അവൻ എക്സൽ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നേടുന്നതിനേക്കാൾ ശമ്പളം വാങ്ങിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ കാലം മാറിയിട്ടുണ്ട്. അതും ഒരു കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതിനകത്ത് ഈ ഹ്യൂമാനിറ്റീസ് NS സബ് ഡിവിഷൻസ് ഒരുപാട് സാധനങ്ങൾ വന്നപ്പോൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പം കൂടുതൽ ആൾക്കാർക്ക് അതൊരു അപ്പീലിംഗ് ആയി തോന്നാൻ തുടങ്ങി. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിന് ഇപ്പോഴും ഈ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു തൊട്ടുകൂടായ്മ പോലെയുള്ള ആ പേരിനൊരു പ്രശ്നം ശീലിച്ച് വന്നൊരു സംഭവമുണ്ട്. ഇതിനകത്തൊരു സബ് ഡിവിഷൻസ് കൊണ്ടുവന്നു. യൂണിവേഴ്സിറ്റികളൊക്കെ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ റിലേഷൻസ് കേൾക്കാൻ അപ്പീലിംഗ് ആയ, ഇതിനകത്ത് തന്നെ കോമ്പിനേഷൻസ് കുറച്ചും കൂടി അപ്പീലിംഗ് ആയ കോമ്പിനേഷൻസ് കൊണ്ടുവന്നപ്പം അതിന് കുറച്ചും കൂടി സ്വീകാര്യത വന്നിട്ട്. പിന്നെ ഈ എഡ്യൂക്കേഷണൽ ട്രെൻഡ്സിൻ്റെ ഒക്കെ പറയുന്ന സമയത്ത് വളരെ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ വന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഈ ബുഹാരിയുടെ ക്യാമ്പസ് ഇങ്ങനെ വീക്ഷിച്ചു.
അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ പോയ സമയത്ത് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബുഖാരിയോട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആര് ചെയ്തു എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, കഴിഞ്ഞ 10 ദിവസമായും കൊണ്ട് ഊണും ഉറക്കുമില്ലാതെ ഇവിടുത്തെ മുത്താലിമീങ്ങൾ ചെയ്തതാണെന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷമായി. പക്ഷേ ഇവിടെ നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇവിടെയുള്ള ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന കുട്ടികൾ എന്തൊക്കെ സ്കില്ല് നേടിയെടുത്തു എന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു പക്ഷേ പഠിച്ചാൽ ഇത് കിട്ടിക്കൊള്ളുന്നില്ല. ബുക്കിലുള്ളത് മാത്രമല്ലല്ലോ പഠനം. ഈ കൊളാബറേറ്റീവ് ഇവിടെ ഒരു കാർഡായിരുന്നു പോലും. ഈ ഒരു കാർഡിനെ ഇങ്ങനെ വെളുപ്പിച്ചിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ച് ഏറുമാടം അടക്കി ഇവിടെ ഉണ്ടാക്കി വെച്ച എത്രത്തോളം സ്കില്ല് ഈ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, എത്രത്തോളം ഇന്നോവേറ്റീവ് ആയിട്ട് ഈ കുട്ടികൾ ഇതിനെ ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇവർ ഉണ്ടാക്കിയെടുത്ത ഈ കഴിവുകൾ, ഇതൊക്കെ തന്നെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ നമ്മുടെ സിലബസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിന് മാർക്കിട്ട് തരാൻ ആരുമില്ല. ഈ മാർക്കറ്റിൽ തരാമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ഇതിനുവേണ്ടി അധ്വാനിച്ച ആളുകൾക്ക് ഒരുപക്ഷെ ക്ലാസ് റൂമിൽ ഏറ്റവും ലോ പെർഫോമായ ആളായിരിക്കാം ഇവിടെ ഹൈ പെർഫോമൻസ് നടത്തിയിരിക്കുന്നുണ്ടാവുക. അതിന് സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ കരിക്കുലത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ അസസ്മെൻറ്റിനെയും നമ്മൾ മാറ്റേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സിസ്റ്റം എന്താണ്? അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബുക്കിൽ ഒരു സിലബസിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ സിലബസിലുള്ള കാര്യങ്ങൾ ഒരാൾ വന്നിട്ട് അത് 40 മിനിറ്റോ 50 മിനിറ്റോ പഠിപ്പിക്കുന്ന 10-50 ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത് ഒരു എക്സാം പേപ്പറുമായിട്ട് വരുന്നു. ഈ എക്സാം പേപ്പറിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ അപ്പടി അങ്ങോട്ട് പകർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 100 മാർക്ക് കിട്ടുന്നു. ഞാൻ പറയുന്നു, ഇതിലും ഭംഗിയായും കൊണ്ട് ഇതിനേക്കാൾ നല്ല മാർക്ക് ChatGPT നിങ്ങൾക്ക് തരും, നല്ല ആൻസർ നിങ്ങൾക്ക് തരും. എത്രയോ ഹൈ റെഫറൻസ് ഉപയോഗിച്ചിട്ട് ChatGPT നിങ്ങൾക്ക് തരാൻ കഴിയും. അപ്പോൾ ആ ഇവാലുവേഷൻ പോലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് വ്യത്യസ്ത വർക്കുകളും കേസ് സ്റ്റഡീസും ആക്ടിവിറ്റീസുകളൊക്കെ കൊടുക്കണം. ഇതൊരു ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളായി ബുഖാരിയിൽ നടന്നൊരു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റീസിനും ഇവിടെ മാർക്കിട്ടിട്ടുണ്ട് എങ്കിൽ ഈ ബുഖാരിയിൽ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സന്ദർഭത്തിൽ വേറൊരു സ്ഥാപനം ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ വേണമെന്ന് പറയുമ്പോൾ ആ കുട്ടിയെ സെലക്ട് ചെയ്യേണ്ടത് ഇത്തരം ആക്ടിവിറ്റീസിൽ നിന്ന് ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബ് അല്ലെങ്കിൽ ആഫ്റ്റർ ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് ചെയ്ത കുട്ടികളെ ആയിരിക്കണം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കുട്ടിയാണ് ഇതിന് ഏറ്റവും ആ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള റിസർച്ചിന് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടി, അല്ലെങ്കിൽ ഇന്നോവേഷൻ ലാബ് ലീഡ് ചെയ്യേണ്ട കുട്ടി. ഈ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ രാപ്പകൽ ഉറക്കൊഴിച്ച് അധ്വാനിച്ച കുട്ടിയായിരിക്കും. ആ കുട്ടിയെ റൈറ്റ് പ്ലേസിലേക്ക് നിങ്ങൾ നീട്ടിക്കൊടുത്ത് നോക്കൂ. ആ കുട്ടി നാളത്തെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറി വരും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ മാർക്ക് മാത്രം വിലയിരുത്തിക്കൊണ്ട് ഈ കുട്ടി പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരാളെ വേണമെന്ന് പറയുമ്പോൾ ആ ഒരാളെ പിടിച്ച് അങ്ങ് കൊടുക്കും, മാർക്കൊക്കെ ഉണ്ടാവും. ഈ മാർക്കൊക്കെ കൊണ്ടുപോയി കുട്ടിയെ അവിടെ ഏൽപ്പിച്ചേക്കുന്ന ഈ കുട്ടിയെ ഇന്നോവേഷന് പറ്റേണ്ടാവില്ല. ഈ കുട്ടിക്ക് ലെക്ചറിങ് മാത്രമേ അറിയേണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇന്നോവേഷൻ ലാബിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോങ് പ്ലേസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരിക്കൽ നിങ്ങൾ എക്സലൻസ് പ്രതീക്ഷിക്കേണ്ട. റൈറ്റ് പേഴ്സൺ റൈറ്റ് പ്ലേസിലേക്ക് എത്തുമ്പോഴാണ് എക്സലൻസ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ പേഴ്സണെ റൈറ്റ് പ്ലേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ക്ലാസ് റൂമിൽ ഇവാലുവേഷൻ മാത്രം പോലെ ഔട്ട് ഓഫ് ബോക്സിലേക്ക് പോവേണ്ടതുണ്ട്. നമ്മുടെ ഇവാലുവേഷൻ മെത്തേഡ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ദാവ കോളേജിൽ ചേഞ്ച് ചെയ്യണം, സ്കൂളുകളിൽ ചേഞ്ച് ചെയ്യണം, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മുഴുവൻ ഈ അസസ്മെൻറ്റിൻ്റെ മെത്തേഡ്സുകൾ മാറേണ്ടതുണ്ട്. അസസ്മെൻറ്റ് ഔട്ട്ഡേറ്റ് ആയ അസസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഫുൾ A+, ഇപ്പോൾ ഫുൾ A+ ആണ് നമ്മൾ ചർച്ച ചെയ്യുക. പാസ്സായോ എന്നൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാറില്ല. എത്ര A+, ഫുൾ A+ ആണോ? മാർക്കൊക്കെ ചോദിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആളോട് എത്ര A+? അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര നാണക്കേടാണ്. കാരണം 1 A+ കിട്ടിയില്ല എന്നുള്ളതാണ് കുട്ടിയുടെ സങ്കടം. അപ്പോൾ എല്ലാവർക്കും A+ ആണ്. ഈ അടുത്താണ് ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ പറഞ്ഞത് ഫുൾ A+ കിട്ടിയ പേരെഴുതാൻ അറിയാത്ത കുട്ടിയുണ്ട് എന്നുള്ളത്. അതായത് കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇവാലുവേഷനിൽ വലിയ പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഈ അടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പോലും ഡൽഹിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് നടന്നാൽ ഒരുപാട് മലയാളം പറയുന്ന യുവാക്കളെ കാണാം. അവരിൽ ഒരു മേജർ വിഭാഗം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പഠിച്ചവരോ പഠിക്കുന്നവരൊക്കെയാണ്. അടുത്ത കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി അതിൻ്റെ എൻട്രൻസ് പ്രൊസീജിയർ മാറ്റി. നേരത്തെ +2 മാർക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു എൻട്രൻസ്. കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. DU എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത് CUET മാറ്റി.
എല്ലാം സെൻട്രലൈസ്ഡ് ആക്കി മാറ്റിയ കൂട്ടത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് അവർ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ സംഭവിച്ചത് കേരളത്തിൽ നിന്ന് +2 ഫുൾ A+ കിട്ടിയവരൊന്നും അവിടെ എത്തുന്നില്ല. ഫുൾ A+ കിട്ടിയവരോ കിട്ടാത്തവരോ ആയ സെലക്റ്റഡ് ആയ ആ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നവരെ അവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ A+ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയ സിസ്റ്റം തന്നെയാണ്. അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മനസ്സിനകത്ത് ഓൾറെഡി ഉള്ളതായിരിക്കാം. ഏതോ ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ പറഞ്ഞല്ലോ, പരീക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഏകീകൃതമായ ഒരു സിലബസ്, ഒരു ഡ്യൂറേഷനൊക്കെ വെച്ചിട്ടാണല്ലോ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ സിലബസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെ ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്നുള്ള ഒരു സംശയം. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി വരുമ്പോൾ ഒന്ന് മാറേണ്ടത് നമ്മുടെ കരിക്കുലം മാറേണ്ടതുണ്ട്. രണ്ടാമത്തത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് മാറേണ്ടതുണ്ട്. മൂന്നാമത്തത് അസസ്മെൻറ്റുകൾ മാറേണ്ടതുണ്ട്. ഈ മാറ്റത്തിനൊക്കെ ചെറിയ തുടക്കം NEP-ലൊക്കെ വരുന്നുണ്ട്. ഈ കരിക്കുലം എങ്ങനെ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടത് ഒരു 90 അവറാന്ന് കരുതിക്കോളും. ഒരു സബ്ജക്റ്റ് ഒരു സെമസ്റ്ററിൽ 90 അവേഴ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ അവിടെ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക ഈ 90 അവേഴ്സ് ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ ഈ കുട്ടിക്ക് എന്തൊക്കെ സ്കില്ലുകൾ കിട്ടേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിരിക്കുന്ന ഔട്ട്കം ആ സിലബസ് ഉണ്ടാവണം. ആദ്യം തന്നെ ഉണ്ടാവേണ്ട ഒരു ഒബ്ജക്റ്റീവാണ്. ഈ 90 മണിക്കൂർ കളയുന്ന സമയത്ത് ഇന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഈ സിലബസിനുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് വെച്ച് ഈ സിലബസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ഔട്ട്കംസ് ഒക്കെ നമുക്ക് കിട്ടും. അതവിടെ ക്ലിയർ ആക്കി വെക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കരിക്കുലത്തിൽ. അത് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഔട്ട്കംസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് എത്ര അവേഴ്സ് ഓഫ് ക്ലാസ് റൂം ലേണിംഗ് ആവശ്യമുണ്ട്, വേണമെങ്കിൽ ഇൻസ്ട്രക്ടഡ് ലെഡ് ട്രെയിനിങ് ILT എന്ന് വേണമെങ്കിൽ അത് വിശേഷിപ്പിക്കാം. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഈ കരിക്കുലം ടീമൊക്കെ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ ഓരോന്നും ശരിക്കും അനലൈസ് ചെയ്തിട്ട് പറയുകയാണ്, ഈ 90 അവറിൽ ഈ കുട്ടിക്ക് 32 മണിക്കൂറാണ് ക്ലാസ് റൂമിലെ ഇൻസ്ട്രക്ഷൻ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് എന്താണ് വേണ്ടത്? ബാക്കിയുള്ള ഇത്ര അവേഴ്സ് ഈ കുട്ടിക്ക് വേണ്ടത് കുറേ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടതുണ്ട്. ഈ കുട്ടിക്ക് ഇന്ന സ്കില്ല് ഉണ്ടാവണം എന്ന് പറയുന്നല്ലോ, നമ്മൾ ആദ്യം ഔട്ട്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഈ ബുഹാരിയിലെ BKF നടത്താൻ വേണ്ടിയിട്ട് വേദി ഒരുക്കുന്ന ഒരു സ്കില്ലായിരിക്കാം അവിടെ ഉണ്ടാവേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്കം എന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ ഇത്ര മണിക്കൂർ, ഒരു 20 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഈ 20 മണിക്കൂർ മാറ്റിവെച്ചതിന് ശേഷം പിന്നെ ആലോചിക്കുകയാണ് ഈ കുട്ടിക്ക് അടുത്ത സ്കില്ല് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം. അപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡി എടുക്കുകയാണ്. മുമ്പ് ആരോ ചെയ്തൊരു കേസ് സ്റ്റഡി, അത് ഫെയിലിയർ ആയ കേസ് സ്റ്റഡിയാണ്. ആ കേസ് സ്റ്റഡി എടുത്ത് നോക്കുമ്പോൾ സമയത്ത് എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന് ഈ കുട്ടി പഠിക്കുകയാണ്. ഈ കുട്ടി ഒറ്റക്കായിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് പഠിക്കുന്നത്. ഇതും കഴിഞ്ഞ് അതിന് ഇത്ര മണിക്കൂർ, ഇപ്പോൾ നേരത്തെ 32 ഇത്ര ഇതിന് വേണ്ടിയിട്ടു, 20 ഇതിന് വേണ്ടിയിട്ടു, 8 മറ്റതിന് വേണ്ടിയിട്ടു, ഇങ്ങനെ ഏകദേശം 60-70 മണിക്കൂറായി. ബാക്കി 20 എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ബാക്കി 20 മണിക്കൂർ കുട്ടി സ്വന്തം പഠിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടത് SPLs ആണ്, സെൽഫ് പേസ്ഡ് ലേണിംഗ് ആണ്. അത് ഇവിടെ വീഡിയോസ് ഉണ്ടാവും. ആ കോളേജ് തന്നെ ഉണ്ടാക്കിയ വീഡിയോസ് ഉപയോഗപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ലിങ്കുകളുണ്ട്. ഏതാണ് ഇവൻ റെഫർ ചെയ്യേണ്ട ലിങ്ക് എന്നുള്ളത്, ഒരു സെൽഫ് പേസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 90 അവറിൻ്റെ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇവാലുവേഷൻ നടത്താൻ പറ്റും. ഈ ഇൻസ്ട്രക്ടഡ് ലെഡ് ട്രെയിനിങ്ങിൽ കിട്ടേണ്ട സാധനങ്ങൾ അധ്യാപകരും ക്ലാസ് റൂമിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. മറ്റത് ആക്ടിവിറ്റി കിട്ടേണ്ട ഇവാലുവേഷൻ, ഈ ആക്ടിവിറ്റി നോക്കിയിട്ട് ഈ ആക്ടിവിറ്റി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നോക്കിയിട്ട് അവിടെ ഇവാലുവേഷൻ നടത്താൻ പറ്റും. കേസ് സ്റ്റഡി, ഈ കേസ് സ്റ്റഡി എങ്ങനെയാണ് കുട്ടി പഠിച്ചിട്ട് വന്നിട്ട് ഒരു പ്രസൻറ്റേഷൻ ഒരു ഗ്രൂപ്പിന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്ത് നോക്കേണ്ടത്, അവൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ അവിടെ അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവൻ്റെ സ്വന്തം അവന് സമയം ഒരുപാട് ആലോചിക്കാനും മറ്റൊക്കെ വേണം. അതുകൊണ്ട് എപ്പോഴും ക്ലാസ് റൂമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എല്ലാ സമയത്തും എൻ്റെ ഒരേ മൂഡ് ആയിക്കോളുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മൂഡ് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ സ്വന്തം പേസിനനുസരിച്ച് കൊണ്ട് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ നോക്കി പഠിക്കും. എനിക്ക് അവിടെ വേറെ ആവശ്യമില്ല. ഈ വീഡിയോ നോക്കി പഠിക്കുമ്പോൾ വരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവരുടെ ഫെസിലിറ്റേറ്റർ അധ്യാപകർ വന്നായി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടി ഈ കുട്ടി കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഈ കുട്ടിയുടെ സ്കില്ല് അളന്നെടുക്കാൻ വളരെ എളുപ്പമാണ്. എത്ര സ്കില്ല് ഈ കുട്ടിക്ക് കിട്ടി, ഈ കുട്ടിക്ക് ഈ ഔട്ട്കം മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ സ്കില്ലൊക്കെ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞ് എന്ന് ഉറപ്പ് സർട്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് A+ കൊടുക്കണം. നേരെ മറിച്ച് എല്ലാ സ്കില്ലും കുട്ടിക്ക് കിട്ടിയിട്ടില്ല, ആ കുട്ടിക്ക് A+ കൊടുത്തിട്ട് B+ കൊടുക്കല്ലേ വേണ്ടേ. ഈ കുട്ടിയുടെ ഏരിയ ഇതല്ല.
അതുകൊണ്ടായിരിക്കും ചിലവർ ഊടായ്പ കാണിച്ച് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ പറയുന്നത്, കുട്ടി എഫേർട്ട് ഇട്ടിട്ടും കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഏരിയ ഏതല്ല. അപ്പോൾ അവിടെ മനസ്സിലാകും കുട്ടിക്ക് വേറെ ഇഷ്ടമുള്ള പാഷനായിട്ടുള്ള വേറെ ഏരിയ ഉണ്ട്, ആ പാഷനിലേക്ക് മാറ്റാൻ വയ്ക്കണം. ഇങ്ങനെയുള്ള ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സിൽ കൂടിയാണ് നമ്മളെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നത് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ കഴിയും. ഇതിൽ ആ ചോദ്യം ഉണ്ടായത് തന്നെ പരമ്പരാഗതമായ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ മിക്സഡായി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, വേണ്ട സബ്ജക്ട്സൊക്കെ ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇനി പുതിയ കാലത്ത് ഇങ്ങനെ ക്ലാസ് റൂമിൽ മാത്രം ഇരുന്നുകൊണ്ട് പഠിക്കുക എന്ന സാറിൻ്റെ ചോദ്യമാണ്. ഹൈബ്രിഡ് ആയിരിക്കും. നമ്മൾ കുറച്ച് പെർട്ടിക്കുലർ കോറായ സബ്ജക്ട്സ് മാത്രം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു, ബാക്കിയുള്ളത് നമ്മൾ ഹൈബ്രിഡായി ഓൺലൈനായി പഠിക്കുന്നു. നിലവിൽ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണുന്ന പോലെ ചില പെർട്ടിക്കുലർ ക്ലാസ്സുകൾ നടക്കും. അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യാം, എന്നിട്ട് ആ ക്ലാസ് കേൾക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെയും കോമ്പിനേഷൻ സെയിം അല്ല, നിലവിൽ തന്നെ അല്ല. പക്ഷെ നമ്മളതിനെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നൊക്കെയാണ് പറയാം. അത് തന്നെ പാടെ മാറിയിട്ട് എല്ലാ സബ്ജക്ട്സും ഓപ്ഷണൽ സബ്ജക്റ്റ് ആവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ട്രെൻഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ചില ടെക്നിക്കൽ ടൂൾസിനൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഔട്ട് ഓഫ് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം, കൊളാബറേറ്റീവ് ലേണിംഗ്, ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേഴ്സീവ് ARഉം VRഉം വെച്ചുള്ള സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറൊരു വിഷയം കൂടി നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലെ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചില ഡാറ്റകൾ നമുക്ക് പരിശോധിച്ചാൽ മതിയാവും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 200-ൽ വരുന്ന എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് എന്ന് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 2-3 നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആദ്യത്തെ 700-ൽ വരുന്ന എത്ര യൂണിവേഴ്സിറ്റികളുണ്ടെന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 10-ന്റെ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതെന്താണ് നമ്മോട് പറയുന്നത്? നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ താഴെയാണ് എന്നാണ് പറയുന്നത്. ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ താഴെയുള്ള കാരണം എന്താണ്? നമ്മൾ ഒരിക്കലും എന്നാണോ ഈ ഇതുണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം വർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു പോകാൻ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണരും മറ്റും തയ്യാറാകാത്തോടത്തോളം കാലം നമ്മൾ ആ ഫ്രെയിം വർക്കിൽ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഇന്റർനെറ്റ് സ്പീഡ് കുറയുന്ന സമയത്തുണ്ടാവില്ല, ഇങ്ങനെ ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം, ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട് എങ്കിൽ ഈ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആർട്സ് കോളേജിലേക്കും മറ്റുമൊക്കെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഡാറ്റ മാത്രം പരിശോധിച്ചാൽ മതി. കുട്ടികൾക്ക് പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് എന്താണ് അവർക്ക് അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഏൺ ചെയ്യാനും കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ UK-യിലേക്ക് ആളുകൾ കുത്തിയൊഴുകുകയാണ്. അവിടെ പോയിട്ട് വളരെ എന്താ പറയുക, ഏത് ക്ലാസ് ജോബാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എല്ലാ ജോബിനും അതിൻ്റെതായ ഐശ്വര്യവും അതൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. അവിടെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്താണ്, അവർക്ക് ഏണിംഗ് വൈൽ ലേണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റ് എന്താണ്? പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ജോലിക്ക് പോകാവൂ, പഠനം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇനി ജോലി വേണ്ടേ എന്നുള്ളത്. അപ്പോൾ കുട്ടിക്ക് പഠിച്ചതെന്തോ കഴിഞ്ഞ 10 വർഷം മുമ്പ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് അവിടെ നേടാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങുകൾ വരാത്തോടത്തോളം കാലം കുട്ടികൾ പുറത്തേക്ക് പോകും. അതിന് ഒരുപാട് നല്ല ബുദ്ധികൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ ഒരുപാട് എക്കോണമി പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അത് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സൊല്യൂഷൻ ഇവിടെ ഉണ്ടാവണം. കുട്ടികൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിക്കുന്ന സന്ദർഭത്തിൽ അതൊരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾ അവന് കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാം ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് നമ്മൾ കാത്തിരിക്കേണ്ട. അതൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം ഓരോ സ്ഥാപനങ്ങൾക്ക് മുന്നിലുണ്ട്. ഒന്ന് നമ്മൾ ഈ ചിന്തിക്കുന്ന അവസ്ഥയിൽ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒന്ന് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിലേക്ക് പോവുക. ഈ പഠനം എന്ന് പറയുന്നത് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ എന്നുള്ളത് മാറ്റിപ്പിടിച്ചിട്ട് 24/7 എന്നിലേക്ക് മാറ്റി കുടിക്കുക. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയയിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 24/7 ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ കുട്ടി നന്നായിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഏരിയയിൽ അവൻ്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട്, പാഷൻ ഫോളോ ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവൻ വാച്ച് നോക്കില്ല, സമയം നോക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുന്ന സമയത്ത് സമയം പോകുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് പാഷൻ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെ പോകാനും ആ ഒരു മേഖലയിൽ ഞാൻ ഒരു എക്സലൻറ്റ് പേഴ്സൺ ആയിട്ട് വരാനും എനിക്ക് കഴിയും. അപ്പോൾ ആ രൂപത്തിലേക്കുള്ളൊരു മാറ്റം, ഒരു ടോട്ടൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ കരിക്കുലവും അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനും അതുപോലെ തന്നെ ഈ വാല്യുവേഷനും വരുമ്പോൾ മാത്രമാണ്
നമുക്ക് ഈ മാറുന്ന കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഏത് സ്ഥാപനമാണെങ്കിലും സ്ഥാപനത്തിന് അതിൻ്റേതായ പ്രിൻസിപ്പൽസ് ഉണ്ടാവും. അതിപ്പം ബുഹാരി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനമാണെങ്കിലും, അത് ഇസ്ലാമിക് സ്ഥാപനമാവണമെന്നില്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പൽസ് ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് പ്രിൻസിപ്പൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കണം, പക്ഷെ ട്രെൻഡ്സിൻ്റെ കാര്യത്തിൽ ആ ട്രെൻഡിൻ്റെ കൂടെ നിങ്ങൾ ഒഴുകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴേ നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ ആളുകളായി നിലനിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഏതായിരുന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ മാറുന്ന ട്രെൻഡുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ച. ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ്.